എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ഏറ്റവും റീസെൻ്റ് ആയിട്ട് PSC നടത്തിയ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ആണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. സോ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിൽ ടോപ്പ് റാങ്ക് വാങ്ങിയ 6ാം റാങ്ക് കരസ്ഥമാക്കിയ അർജുനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ഇത്രയും മികച്ച റാങ്ക് അർജുൻ സ്വന്തമാക്കിയത് എങ്ങനെയായിരിക്കും? കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. സോ ലെറ്റ്സ് വെൽക്കം അർജുൻ. ഇത് നമ്മൾ വരേണ്ട സ്ഥലമല്ലായിരുന്നു. അവിടുന്ന് പിന്നെ നല്ലൊരു സ്ട്രഗിൾ ആയിരുന്നു. ഇറങ്ങിപ്പോവും നമ്മളതിനെ ഇറങ്ങിപ്പോവാനോട് പിടിച്ചു നിർത്തണം. ഒരു സപ്ലൈ ആയി, 2 സപ്ലൈ ആയി, 3 സപ്ലൈ ആയി, അങ്ങനെ മേലോട്ട് ഗ്രാഫ് മേലേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ്. എനിക്കങ്ങനെ കൺസിസ്റ്റൻസി അതിനെപ്പറ്റി പറയാൻ ഞാൻ ഫസ്റ്റ് പേജ് എന്റെ പേര്. PSC പഠിക്കാം എന്നുള്ളൊരു ചിന്തയിലോട്ട് വരുന്നത് എപ്പോ തൊട്ടാണ്? കല്യാണം കഴിക്കണം. ഹാളിൽ നമുക്ക് 3 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ട്. അടുത്തവരെ എത്തിയിട്ടായിരിക്കും ചിലപ്പോൾ അവർ പ്രിപ്പറേഷൻ നിർത്തുന്നത്. പക്ഷെ ആ ഒരു നെക്സ്റ്റ് ഇയർ ആയിരിക്കും അവരുടെ ഇയർ ആയിട്ട് വരാൻ പോകുന്നത്. PSC കോർണർ, ക്രാഫ്റ്റ് യുവർ ഫ്യൂച്ചർ. ഏറ്റവും സ്നേഹത്തോടു കൂടെ ലെറ്റ്സ് വെൽക്കം അർജുൻ. നമസ്കാരം, സ്വാഗതം. അപ്പോൾ 6ാമത്തെ റാങ്ക് എന്ന് പറയുമ്പോൾ ഒരു നിസ്സാര റാങ്ക് അല്ല, അടിപൊളി റാങ്കാണ്. ടോപ്പ് 10-നകത്ത് വന്നു. എന്താണ് തോന്നുന്നത്? ഹൗ ഡു യു ഫീൽ? സന്തോഷം, വളരെ സന്തോഷം. നമ്മൾ എപ്പോഴും നല്ലൊരു റാങ്ക് വേണം എന്നാണ് എപ്പോഴും നമ്മൾ വിചാരിക്കുക. പക്ഷേ ടോപ്പ് 100 വരണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ടോപ്പ് 10 എക്സ്പെക്ട് ചെയ്തില്ല. നമ്മൾ ഫസ്റ്റ് പേജ് ആയിരിക്കുമല്ലോ ആദ്യം നോക്കണേ. ഞാനിങ്ങനെ ജസ്റ്റ് റാങ്ക് ഫസ്റ്റ് പേജ് എൻ്റെ പേര്. അങ്ങനെ ഒരു മൊമെന്റ് ആയിരുന്നു അത്. ഒത്തിരി സന്തോഷമായി. ഇത്രയും മികച്ചൊരു റാങ്ക് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ടായിരിക്കും. അതിലോട്ട് നമുക്ക് വരാം. അപ്പൊ അതിന് മുന്നേ കൂടുതലായിട്ട് പരിചയപ്പെടാം. വീട് എവിടെയാണ്? വീട്ടിൽ ആരൊക്കെയാണ്? വീട് കൊല്ലത്താണ്. കൊല്ലത്ത് പരൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വീട്ടില് അച്ഛൻ, അമ്മ, അനിയത്തി ഉണ്ടായിരുന്നു. അനിയത്തി മാരീഡ് ആണ്. മാരീഡ് അല്ല. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ അഡ്വൈസ് ആയോ? യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്? ഇല്ല, യൂണിവേഴ്സിറ്റി അഡ്വൈസ് ആയിട്ടില്ല. യൂണിവേഴ്സിറ്റി ഇപ്പോ അഡ്വൈസിന്റെ പ്രിപ്പറേഷൻ സ്റ്റേജിലാണെന്ന് തോന്നുന്നു. അപ്പൊ മാർക്ക് എത്ര ഉണ്ടായിരുന്നു ഓർമ്മയുണ്ടോ? 66.33 ആണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പൊ മാർക്ക് അങ്ങനെ അതിനെ കുറിച്ചൊന്നും വലിയ ബോധേഡ് അല്ല. റാങ്ക് ഉണ്ടല്ലോ. പിന്നെ എന്തിനാണ് മാർക്ക്? അല്ല, നമ്മള് എക്സാം കഴിഞ്ഞ് ജോലി കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിന് ആലോചിച്ചിരുന്നിട്ട് അത് കാര്യമൊന്നുമില്ല. അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കട്ട് ഓഫ് മാർക്ക് 57 മാർക്കായിരുന്നു. ഇത്രയും വലിയൊരു കട്ട് ഓഫ് എക്സാം എഴുതി പലരും അത്രയും ഉയർന്ന ഒരു കട്ട് ഓഫ് വിചാരിച്ചില്ല. ഒരുപാട് പേർക്ക് വിഷമായി പോയി ലിസ്റ്റിൽ. തീർച്ചയായും. അപ്പൊ ഇത്രയും ഉയർന്നൊരു കട്ട് ഓഫ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? കട്ട് ഓഫ് തീർച്ചയായും നമ്മുടെ മറ്റ് എക്സാംസ്, അതായത് ഇതിന് മുമ്പ് നടന്ന ഡിഗ്രി ലെവൽ എക്സാംസ് വെച്ച് നോക്കുവാണെങ്കിൽ കുറച്ച് ഉയർന്ന രീതിയിലുള്ള കട്ട് ഓഫ് ആണ്. പക്ഷെ നമ്മളൊരു പാറ്റേൺ ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. സെക്രട്ടേറിയറ്റ് കഴിഞ്ഞിട്ടുള്ള ഓരോ എക്സാമിനും ഗ്രാഫ് മുകളിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനെപ്പോഴും ഒരു 60 ഒരു സേഫ് സ്കോർ ആയിട്ട് 60+ ഉണ്ടെങ്കിൽ ജോലി ഉറപ്പ് എന്ന രീതിയിലാണ് എൻ്റെ മൈൻഡ് അങ്ങനെയാണ് സെറ്റ് ചെയ്തിരുന്നത്. സോ അത് ആ ഒരു ലെവലിലേക്ക് സ്കോർ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഏത് സമയത്തൊട്ടാണ് PSC പ്രിപ്പറേഷനിലോട്ട് വരുന്നത്? PSC പ്രിപ്പറേഷൻ LD എക്സാം മുതലാണ് പ്രിപ്പറേഷൻ. അതായത് ഒരു കോവിഡ് കഴിഞ്ഞിട്ടുള്ള ഒരു എക്സാമിനേഷൻ തുടങ്ങിയിട്ടുണ്ടല്ലോ, ആ ഒരു സമയത്തേക്കാണ് നോക്കി തുടങ്ങിയിട്ടുള്ളത്. LD ക്ലർക്ക് നല്ല റാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ബാക്കിയുള്ള എക്സാംസ് എഴുതുന്നത് അല്ലേ? അതെ, എഴുതി ആ ഒരു സമയത്താണ് ഓരോന്നോരോന്നായിട്ട് കിട്ടി. ഫസ്റ്റ് കിട്ടിയ ജോലി LD ആണ്. സോ അതിൽ ജോയിൻ ചെയ്തു. അതില് ഫാമിലി കോർട്ടിൽ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോഴാണ് പിന്നെ KAT കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ കിട്ടി. അത് എത്രാമത്തെ റാങ്ക്? അത് 24ാമത്തെ. നല്ലൊരു റാങ്കാണ്. ജോലി കിട്ടി. അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 6ാമത്തെ റാങ്ക് എന്ന് പറയുമ്പോൾ മികച്ചൊരു റാങ്കാണ്. അപ്പോൾ അതിന് മുന്നേ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കഴിഞ്ഞ തവണ എഴുതിയിട്ടുണ്ടായിരുന്നു, റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. പക്ഷെ വിചാരിച്ചൊരു റാങ്കിലോട്ട് എത്തിപ്പെടാനായിട്ട് പറ്റിയില്ല. അപ്പോൾ പ്രിപ്പറേഷനിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പോൾ വരുത്തിയിട്ടുണ്ടായിരുന്നത്? സെക്രട്ടേറിയറ്റിൽ ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് സ്പെഷ്യൽ ടോപ്പിക്കിൽ അങ്ങനെ കാര്യമായി അത് സ്പെഷ്യൽ ടോപ്പിക്ക് അർഹിക്കുന്ന ഒരു അറ്റൻഷൻ കൊടുത്തിട്ടില്ല എന്നൊരു ഫീലിംഗ് എനിക്കുണ്ട്. 13 മാർക്സ് അങ്ങനെ ഒരു റാങ്ക് മേക്കിംഗ് ആയി സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ടോപ്പിക്ക് കറക്റ്റായിട്ട് തീർക്കുക എന്നുള്ളൊരു ഇതായിരുന്നു. അത് തീർക്കാൻ വേണ്ടിയിട്ട് എത്തിച്ചേർന്നതാണ് PSC കോർണറിൽ. അപ്പോൾ അത് എത്രത്തോളം റാങ്ക് നിർണ്ണയിക്കുന്നില്ല? തീർച്ചയായും വളരെ വളരെ ഒരു ഇതാണ് കാര്യം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് ആ 13 മാർക്സിൽ 13 ഉണ്ടെന്നാണ് തോന്നുന്നത്. മുഴുവൻ മാർക്ക് ഏകദേശം 12-13 മാർക്ക് എന്തായാലും ഉണ്ട്. സോ അത് ഒരു ഭയങ്കര
ഒരു ഭയങ്കര ഒരു ലീപ്പ് മുമ്പോട്ട് തന്നു. തീർച്ചയായിട്ടും. അപ്പോൾ ബിടെക് പഠിക്കുന്ന സമയത്ത് കുറച്ച് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ എങ്ങനെയായിരുന്നു, അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ? ടോപ്പർ എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ +1 +2 10th കാലഘട്ടങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല മാർക്കുണ്ട്. അങ്ങനെ ഒരു ഭയങ്കര ഒരു ഹൈപ്പിലാണ് ബിടെക് എന്നൊരു ഇതിലേക്ക് എത്തിപ്പെടുന്നത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് കാര്യങ്ങൾ വിചാരിച്ച രീതിയിലല്ല പോയിട്ടുള്ളത്. സപ്ലികളുണ്ടായിരുന്നു ഇഷ്ടംപോലെ. പ്രധാന ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് താല്പര്യമില്ലാത്ത ഒരു ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ 100% കൊടുത്ത് പഠിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്കിത് മനസ്സിലാക്കാനുള്ള ഒരു സംഭവം ഇല്ലായിരുന്നു. നമ്മളിപ്പോൾ 9ാം ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് പോകും? 10ാം ക്ലാസ്സിലോട്ട്. ഇത്ര ഞാൻ ആലോചിച്ചുള്ളൂ. നമ്മൾ +2 കഴിഞ്ഞാൽ ബിടെക്, എല്ലാവരും പോകുന്നു, ഞാനും ബിടെക്കിന് പോകുന്നു. അങ്ങനെ ആ സമയത്ത് നല്ല റാങ്ക് കിട്ടി. അപ്പോൾ നേരെ ബിടെക്കിന് പോയി. അവിടെ ചെന്ന് ഒരു 1-2 വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് നമ്മൾ വരേണ്ട സ്ഥലം അല്ലായിരുന്നു, നമുക്ക് വേറെ എന്തോ ആയിരുന്നു ഒരു സംഭവം. അവിടെ നിന്ന് പിന്നെ നല്ലൊരു സ്ട്രഗിൾ ആയിരുന്നു. അതുകൊണ്ട് പഠനത്തിൽ അത്ര ശ്രദ്ധിക്കാനായെന്നല്ല, പറ്റുന്നില്ലായിരുന്നു. ടു ബി ഓണസ്റ്റ്, ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. അത് ഒരു സപ്ലൈ ആയി, 2 സപ്ലൈ ആയി, 3 സപ്ലൈ ആയി, അങ്ങനെ മേലോട്ട് ഗ്രാഫ് മേലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ 4 വർഷം കംപ്ലീറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയത്. ഡ്രോപ്പ് ചെയ്യുന്നതിനെ പറ്റി അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. കാര്യം നമുക്ക് ഒരുവിധം നല്ലൊരു കോമ്പറ്റേറ്റീവ് എക്സാം എന്ത് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു ഡിഗ്രി അത്യാവശ്യമാണ്. ആ ഒരു സ്ട്രഗിളും ആ ഒരു ഫൈറ്റ്, ആ ഒരു സ്പിരിറ്റ് ഒക്കെ വേണമെങ്കിൽ തീർച്ചയായും ഈ എക്സാംസിനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. സപ്ലിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ സപ്ലി കിട്ടിയവർക്ക് എനിക്ക് തോന്നുന്നത് PSCയിൽ ഒരു സീറ്റ് ഉണ്ടെന്നാണ്. കാരണം നമ്മുടെ അക്കാഡമി ഹെഡ് PK സാർ അടക്കം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ന്യൂസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. 18ഓളം സപ്ലികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നാഷണൽ സേവിങ്സിലടക്കം ഫസ്റ്റ് റാങ്ക് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓഡിയൻസിന്റെ ഉദ്യോഗാർത്ഥികളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് എന്തെങ്കിലും ഈ റാങ്ക് ഹോൾഡേഴ്സിന്റെ അടുത്ത് നിന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ടോന്ന്. അപ്പോൾ കുറച്ച് പേര് ചോദിച്ചതായിരുന്നു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ എങ്ങനെയാണ് സാധിക്കുന്നത്. കാരണം ഇപ്പോൾ കുറച്ച് കാലമായിട്ട് പഠിക്കുന്ന ആളാണ്, LD, അതിന് മുന്നേ UPSC. എങ്ങനെയാണ് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്? കൺസിസ്റ്റൻസി അതിനെപ്പറ്റി പറയാൻ ഞാനൊരു റൈറ്റ് ആളാണോ എന്ന് അറിയില്ല. ബിക്കോസ് എനിക്ക് ലോസും ഹൈസും പല സമയത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ LDക്ക് നല്ല റാങ്ക് കിട്ടി, അത് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് റാങ്ക് കുറഞ്ഞു, അത് കഴിഞ്ഞിട്ട് KTക്ക് നല്ല റാങ്ക് കിട്ടി, അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന കമ്പനി ബോർഡാണ്, കമ്പനി ബോർഡിന് റാങ്ക് കുറഞ്ഞു. അപ്പോൾ ഓരോ സമയത്തും പ്രധാനമായിട്ടും നമ്മളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാം കിട്ടി എന്ന് കരുതിയിട്ട് നമ്മൾ ഒന്ന് ഇതായി കഴിഞ്ഞാൽ അടുത്ത എക്സാമിൽ അതിൻ്റെ ഇത് കാണും, എന്തായാലും അതിൻ്റെ ഒരു എഫക്റ്റ് അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ അത് മനസ്സിലാക്കുക, അതായത് ഇങ്ങനെ പോളിഷ് ചെയ്തോണ്ടിരിക്കുക കാര്യങ്ങൾ. നമ്മൾ പഠിച്ചത് തന്നെയാണ്. അതെ, പഠിച്ച വൺസ് നമ്മൾ പഠിച്ചത് സെറ്റ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇത് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മെമ്മറിയിൽ ഈ സാധനം ഇറങ്ങിപ്പോവും. നമ്മളതിനെ ഇറങ്ങിപ്പോവാനോട് പിടിച്ചു നിർത്തണം. പിന്നെ സബ്ജക്ട്സിലോട്ട് വരുമ്പോൾ നമ്മളിപ്പോൾ സിലബസ് വന്നിട്ടുള്ള പ്രിപ്പറേഷൻ എങ്ങനെയാണ്? സിലബസ് പ്രിന്റ് എടുത്ത് സിലബസ് മുഴുവനായിട്ട് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുമോ? എങ്ങനെയാണ് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ LDയുടെ സമയത്ത് തന്നെ ആദ്യം ഈ SCRT എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ SCRT ഒരുവിധം ആ സമയത്ത് തന്നെ ഇങ്ങനെ കമ്പൈലേഷൻസ് അല്ല, ഞാൻ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് തന്നെ വെച്ച്, സമയം ഉണ്ടായിരുന്നു, കോവിഡ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ച് തന്നെ അത് വായിച്ച്, എനിക്ക് തോന്നുന്നു പല പബ്ലിക്കേഷൻസും അതിൻ്റെ ഒരു കമ്പൈലേഷൻ പോലെയൊക്കെ ഇറക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ നമുക്ക് അതിങ്ങനെ വായിക്കുമ്പോൾ ഭയങ്കര ഒരു ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുമ്പോൾ അത് കുട്ടികളെ എങ്ങനെ ഇന്ററാക്റ്റീവ് ആയിട്ട് ഇരുത്താം എന്നുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് അത് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വായിക്കാൻ പറ്റി. അങ്ങനെ പിന്നെ SCRT വായിച്ചു, NCRT വായിച്ചു, അങ്ങനെ അതാണ് ബേസ്. പിന്നെ ഉറക്കൊക്കെ ഒരുപാട് ഉറക്കൊഴിച്ച് പഠിക്കുന്ന ടൈപ്പിലാണ്? ഒന്നുമില്ല. എങ്ങനെയാണ് 6ാമത്തെ റാങ്ക് കിട്ടിയത്? റാങ്ക് എന്ന് പറയുമ്പോൾ സ്ട്രാറ്റജീസ് കുറച്ചുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. ഇതും ഒക്കെ ബിടെക്കിൽ നിന്ന് കിട്ടിയതാണെന്ന് വേണമെങ്കിൽ പറയാം. ബിടെക് ഇപ്പോൾ സപ്ലൈ ഞാൻ പറഞ്ഞല്ലോ, എങ്ങനെയെങ്കിലും 40 മാർക്ക് മേടിക്കണം, ക്ലിയർ ആവണം. അപ്പോൾ ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കും, എന്തൊക്കെ ക്വസ്റ്റ്യൻ റെപ്പറ്റീഷനൊക്കെ ആയിട്ട് വരുന്നുണ്ട് നോക്കും, ഈ ഏരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യത ഉണ്ട്, അങ്ങനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യും. അപ്പം അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, അത് കറക്റ്റ് എടുത്ത് ഇവിടെ കൊണ്ടുവച്ചു. അതായത് ഇപ്പോൾ എക്സാംസ് നോക്കിയാൽ കറക്റ്റായിട്ട് ഇതുവരെ നടന്ന സെക്രട്ടേറിയറ്റ് മുതൽ യൂണിവേഴ്സിറ്റി നടന്ന എല്ലാ ഡിഗ്രി എക്സാംസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ചില ഏരിയാസ് ഉണ്ട് അവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ വരും. ഇപ്പൊ എക്കണോമിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ 5 ഇയർ പ്ലാൻസ് ഒരു ക്വസ്റ്റ്യൻ മിക്ക പേപ്പറിലും ഉണ്ടാവും. ഇപ്പൊ വേൾഡ് ഹിസ്റ്ററി നോക്കിയാൽ റെവല്യൂഷൻസ് ഉണ്ട്, അന്ന് റെവല്യൂഷൻസ് ചോദിച്ച് ചോദിക്കാൻ പറ്റത്തില്ല നമുക്ക്. അപ്പോൾ അങ്ങനെ ഉള്ള ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ട് അതിനകത്തൊരു റിവേഴ്സ് എഞ്ചിനീയറിംഗ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതായത് അത് എവിടെ നിന്നൊക്കെ വരാം,
ഈ ഏരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാം. സോ അത് പ്രയോറിറ്റൈസ് ചെയ്ത് ആ ഏരിയാസ് ആദ്യം നോക്കുക എന്നുള്ളതാണ്. എക്സാം ഹാളിൽ നമുക്ക് 3 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ട്. ഒന്ന്, നമുക്ക് ഷോർട്ടായിട്ട് 100% നമുക്ക് അറിയായിരിക്കും ഇതാണ് ഉത്തരം, അത് നമുക്ക് അറിയാം. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആണെങ്കിലും നമുക്ക് ചിലപ്പോൾ അതിൽ നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് കളഞ്ഞാൽ തന്നെ ഓപ്ഷൻസ് നോക്കി ആൻസർ കിട്ടി. 3 ചിലപ്പോൾ നമുക്ക് 1-2 സ്റ്റേറ്റ്മെന്റ് കളഞ്ഞാലും നമുക്കൊരു ചാൻസ് എടുക്കേണ്ടി വരും, ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് നമ്മൾ എടുക്കേണ്ടി വരും. അപ്പം അങ്ങനെയുള്ളത് നോക്കുക. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഇത് തീരുമാനിച്ചിട്ടുള്ളത് 50-50 ഉണ്ടെങ്കിലേ മിനിമം കുത്തുള്ളൂ. അതായത് 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയാൽ ചിലപ്പോൾ കുത്തും. അങ്ങനത്തെ ഒരു ഇതാണ്. കാര്യം എല്ലാവരും കുത്തുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്, എല്ലാവരും കുത്തുന്നുണ്ട്. സോ നമ്മളപ്പോൾ അതിൽ നിന്ന് അറിയാവുന്നത് മാത്രം എഴുതിയിട്ട് വന്ന് റാങ്കിൽ ചിലപ്പോൾ നമ്മൾ ലിസ്റ്റിൽ പെടുമായിരിക്കും. പക്ഷെ നമുക്ക് ഒരിക്കലും ഒരു ടോപ്പ് റാങ്കിലേക്കോ ഒന്നും ചിലപ്പോൾ എത്തിപ്പെടാൻ പറ്റിയെന്ന് വരില്ല. കാര്യം റിസ്ക് കാൽക്കുലേറ്റഡ് റിസ്ക് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നത്. അതുകൊണ്ടാണ്. ടെൻഷൻ ഉള്ള ആളാണോ? എക്സാമിന്റെ സമയത്ത് ടെൻഷൻ ഉണ്ടായിരുന്നോ? ഞാൻ ടെൻഷൻ അടിച്ച് എഴുതിയ ഒരു എക്സാം എന്ന് പറഞ്ഞാൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം ആണ്. അതെനിക്ക് രാവിലെ ആയിരുന്നു എക്സാം. അപ്പോൾ എക്സാം ഹാള് കുറച്ചൊരു 40 കിലോമീറ്റേഴ്സ് ദൂരത്തിലായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ടെൻഷൻ അടിച്ചു. അത് എക്സാമിൽ അത് കാണാനും ഉണ്ടായിരുന്നു. ഈ KAT ഇപ്പം ഞാൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമും സെക്രട്ടേറിയറ്റിൻ്റെ എക്സാമും തമ്മിൽ ജസ്റ്റ് 5 ഡേയ്സിൻ്റെ ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിന് റാങ്ക് 673 ആണ് സെക്രട്ടേറിയറ്റിന്, KATക്ക് റാങ്ക് 24 ആണ്. കാര്യം KAT പോയി കൂളായിട്ട് രാവിലെ KAT 10 മണിക്കായിരുന്നു എക്സാം. അപ്പോൾ കൂളായിട്ട് എക്സാം എഴുതി വന്നു. മറ്റത് ഇങ്ങനെയായി. പിന്നെ അതിന് അന്ന് തീരുമാനിച്ചു ഇനിയുള്ള ഏത് എക്സാമും പഠിച്ച എന്താന്ന് പറഞ്ഞാലും പോവുക, കൂളായിട്ട് എഴുതുക. അപ്പൊ ഇതിനെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് ഈ ഫാമിലിയുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു? ഫാമിലിയുടെ സപ്പോർട്ട് വളരെ വളരെ നല്ലൊരു സപ്പോർട്ട്. അതിപ്പോൾ വീട്ടുകാരായാലും ഫ്രണ്ട്സ് ആയാലും വളരെ രീതിക്ക് നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാര്യം ഞാൻ UPSC പോയിരുന്നു. അപ്പോൾ ഈ BTech പഠിച്ചിറങ്ങുന്നത് ഒരു 12 സപ്ലി ആയിട്ടാണ് ആ സമയത്ത് പഠിച്ചിറങ്ങുന്നത്. പക്ഷെ എന്നിട്ട് ഞാൻ ക്ലിയർ ചെയ്തിട്ട് വീട്ടിൽ പോയി പറയാണ് എനിക്കിനി UPSC കോച്ചിങ് മതി എന്ന് പറയാണ്. അപ്പോൾ അവർ താങ്കൾ പോയിക്കോളൂ, UPSC കോച്ചിങ്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് UPSC കോച്ചിങ് എന്ന് പറഞ്ഞാൽ പോയിട്ടുള്ളവർക്ക് അറിയാം, അത്യാവശ്യം ഒരു അധികം ചിലവുള്ളൊരു പരിപാടിയാണ് കുറച്ച്. അപ്പോൾ അതിന് പോയി അത്രയും കാശൊക്കെ കളഞ്ഞിട്ട് പിന്നെ ഞാൻ പറയാണ് ഇനി ഞാൻ PSC പഠിക്കാം. അപ്പോഴും താങ്കൾ പോയിക്കോളൂ. അങ്ങനെ അവര് വിശ്വസിക്കുന്നുണ്ടായിരുന്നു. അതായത് നമ്മളൊരു ഇതിലിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ചില ആൾക്കാർ അതിൻ്റെ ഒരു അടുത്ത് വരെ എത്തിയിട്ടായിരിക്കും ചിലപ്പോൾ അവർ പ്രിപ്പറേഷൻ നിർത്തുന്നത്. പക്ഷെ ആ ഒരു നെക്സ്റ്റ് ഇയർ ആയിരിക്കും അവരുടെ ഇയർ ആയിട്ട് വരാൻ പോകുന്നത്. ഇനി നമ്മൾ തിരിച്ച് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിലോട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ് ഒത്തിരി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ആ ക്ലാസ് കേൾക്കുന്ന ആളായിരുന്നു? അല്ല, എനിക്ക് രാവിലെ എണീക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരു ആളായിരുന്നു. ഞാൻ പണ്ട് ഇങ്ങനെ എപ്പോഴൊക്കെയോ ഇങ്ങനെ സാറ് ക്ലാസ്സിൽ പറയുന്നത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ശരിക്കും റിയൽ കോമ്പറ്റീഷൻ ഇങ്ങനെ വരുന്നത് ഈ ക്ലാസ്സിൽ വരുന്നവരുണ്ട്, പിന്നെ വേറൊരു സെക്ഷൻ ഓഫ് ആൾക്കാരുണ്ട്. അവരിങ്ങനെ ഒളിച്ചൊക്കെ ഇരുന്ന് പിന്നെ വന്ന് ഈ വീഡിയോ ഒക്കെ കണ്ട് അവരിരുന്ന് നല്ല രീതിക്ക് പഠിക്കും. അങ്ങനെ ഒരു ഞാൻ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആളായിരുന്നു. എനിക്ക് സമയം കിട്ടുമ്പോൾ, ബിക്കോസ് രാവിലെ ജോലി ഉണ്ടായിരുന്നു, അപ്പോൾ സമയം കിട്ടുമ്പോൾ വൈകുന്നേരം വന്നിട്ട് ഇരുന്ന് കേൾക്കുക, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് ആ ഒരു സമയത്ത് എപ്പോഴെങ്കിലും ഇരുന്ന് കേൾക്കുക, അതൊക്കെയാണ് എനിക്ക് വർക്ക് ചെയ്തത്. അപ്പോൾ രാവിലെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ, ഓരോ രീതിയാണ് പഠിക്കാൻ പറ്റുന്നത്. പക്ഷെ അതിൽ ചെറിയ വിഷമം തോന്നിയിട്ടുണ്ട്. ബിക്കോസ് നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്കിപ്പോൾ വേണമെങ്കിൽ സാറിനോട് ഇപ്പോൾ ഡയറക്റ്റ് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ രാവിലെ ആണെങ്കിൽ അപ്പോൾ ചോദിക്കാം. മറ്റത് പിന്നെ നമ്മൾ ഓരോ ആൾക്കാരൊക്കെ ചോദിച്ചതിന് ആൻസർ പറയുന്നതൊക്കെ കേൾക്കാമെന്നല്ലാതെ അങ്ങനെ ഒരു മിസ്സിംഗ് റാങ്ക് കിട്ടിയതിന് ശേഷം സാറിന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അതിന് മുമ്പ് സംസാരിച്ചിട്ടില്ല, റാങ്ക് കിട്ടിയതിന് ശേഷം സംസാരിച്ചു. പിന്നെ സാറ് വിളിച്ചു ഒരു പ്രാവശ്യം, അങ്ങനെ സംസാരിച്ചു. മീറ്റ് ചെയ്തിട്ടില്ല സാറിനെ. ഓക്കെ, അപ്പൊ ഇത്രയും നേരം നമ്മളോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഭാവിയിലേക്കുള്ള പരിപാടികൾ എന്തൊക്കെയാണ്? കല്യാണം കഴിച്ചിട്ടില്ല എന്ന് തുടക്കത്തിൽ പറഞ്ഞു, ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. വുഡ്ബിയുടെ കൂടെയാണ് ഇന്ന് ഇന്റർവ്യൂവില് വന്നേക്കുന്നത്. സിസ്റ്ററും വുഡ്ബി ആയിട്ടാണ് വന്നേക്കുന്നത്. സോ ബാക്കി ഫ്യൂച്ചർ ആസ്പിറേഷൻസ് പഠനത്തിന്റെ തൽക്കാലം ഇപ്പോൾ അങ്ങനെ മുന്നിൽ അങ്ങനെ ഒരു എക്സാം നോക്കുന്നില്ല. പക്ഷേ വേറെ ഏതെങ്കിലും, നമ്മളെപ്പോഴും ഒരു അപ്ഗ്രഡേഷൻ ആണല്ലോ. ഇപ്പോൾ PK സാറിൻ്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ സാറ് സെക്രട്ടേറിയറ്റായി, പിന്നെ ഇപ്പോൾ നാഷണൽ സയൻസിൽ പോയി, അങ്ങനെ നമ്മളെപ്പോഴും ഒരു നമുക്കൊരു വർത്ത് ഉണ്ടെന്ന് നമുക്ക് മൈൻഡിൽ തോന്നുന്നുണ്ടാവും. അപ്പം അതിൻ്റെ പറ്റുന്നൊരു ജോലിയിലാണോ നമ്മളെന്ന് ആലോചിക്കുക, ഇല്ലെങ്കിൽ പിന്നെ ശ്രമിക്കുക എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ ഇനിയും
പ്രിപ്പയർ ചെയ്യണം. KS പോലത്തെ അങ്ങനത്തെ എക്സാംസ് വരുവാണെങ്കിൽ നോക്കാം, അങ്ങനെയൊക്കെ വിചാരിക്കുന്നു. അപ്പം ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് അർജുനാണ്. ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തു. എപ്പോഴും നല്ല ചിരിച്ച മുഖമായിട്ട് ഒരുപാട് വിശേഷങ്ങൾ നമ്മുടെ അടുത്ത് പങ്കുവെച്ചു. ഒത്തിരി നന്ദി. ഇനിയും ഉയരങ്ങളിലേക്ക് എത്താനായിട്ട് പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. സോ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിൽ 6ാം റാങ്ക് കരസ്ഥമാക്കിയ അർജുനാണ്. അപ്പോൾ അർജുൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടു. ഇതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോ റാങ്ക് ഹോൾഡേഴ്സിൽ നിന്നും നിങ്ങൾക്ക് അറിയാനായിട്ട് ആഗ്രഹമുള്ളത്, ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. തിരഞ്ഞെടുക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ ഇനി വരുന്ന ഇൻ്റർവ്യൂസിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തും. സോ PKPSC കോർണറിൻ്റെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ഇനിയും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ലിങ്ക് നൽകുന്നുണ്ട്, ജോയിൻ ചെയ്യാം. യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു അതിഥിയായി കാണുന്നത് വരെ നന്ദി. PKPSC Corner. Craft your future.